നൗഷാദ് റെസിപ്പീസ് പെരിന്തൽമണ്ണയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വാളംപുളി ചേർത്ത് മത്തി വറ്റിച്ചെടുത്തതാണ്. ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഈ വിഭവം എങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കാം പെട്ടെന്ന് തന്നെ. അപ്പോൾ നേരെ വീഡിയോ കാണാം. അരക്കിലോ മത്തി എടുത്തിട്ടുണ്ട്. ഒരു ഇടത്തരം മത്തിയാണ് കേട്ടോ. അപ്പോൾ ഇതിന് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇനി ഇത് മാറ്റി വെക്കാം. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള നാടൻ പുളി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് വെള്ളത്തിൽ ഇട്ട് വെക്കാം. അപ്പോൾ മീനെ നമ്മൾ വറ്റിച്ചെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് പുളി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ 1/2 കിലോ മീനിന് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം പാരാം. അത് മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് തിളപ്പിച്ചെടുത്ത് ചൂടേറിയതിന് ശേഷം നല്ലവണ്ണം അരച്ചെടുക്കാനുള്ളതാണ്. ഇതാണ് ഇതിൻ്റെ സ്പെഷ്യൽ മസാല എന്ന് പറയുന്നത്. ഇത് ചേർത്തിട്ട് മീൻകറി ഇതേപോലെ ഒന്ന് ഉണ്ടാക്കിക്കൊണ്ട് നല്ല ടേസ്റ്റ് ആവും. അപ്പോൾ ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഒരു 3 മിനിറ്റ് നല്ലവണ്ണം തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കുരുമുളക്. ഇനി ഇത് മാറ്റി ചൂടാറുന്ന വരെ ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ നന്നായി ചൂടാറിയിട്ടുണ്ട്. ഇനി ഒരു ജാറ് വെച്ചതിന് ശേഷം അതിലേക്ക് ഈ വെള്ളത്തോടുക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 6 വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ഇഞ്ചി കഷ്ണം എടുത്തിട്ടുണ്ട് ചെറുത്. അത് ഇതിലേക്ക് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. മീൻ വെച്ചെടുക്കാം. ഇതിലേക്ക് 2 പച്ചമുളക് നടു കീറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയാണ് കേട്ടോ. ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്, മുളക് പൊടി. അരച്ചു വെച്ച കുരുമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, അപ്പോൾ ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കളറിന് വേണ്ടിയിട്ടാണ് കാശ്മീരി പൗഡർ ചേർത്തിട്ടുള്ളത്. അപ്പോൾ എരിവ് പച്ചമുളകും കുരുമുളകൊക്കെ വരുമ്പോൾ അത്യാവശ്യം എരിവുണ്ടാകും. ഇനി നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ മുളക് പൊടി കൂട്ടിയെടുക്കാം. അല്ലെങ്കിൽ കുറക്കണം എന്നുണ്ടെങ്കിൽ അതേപോലെ കാശ്മീരി പൗഡർ ഇടാതിരുന്നാൽ മതി. 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. വെള്ളത്തിലിട്ട് വെച്ച വാളംപുളി പിഴിഞ്ഞത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് കുഴച്ചെടുക്കാം. നല്ല കുഴച്ചെടുക്കണം, നമ്മൾ മീനൊന്നും ഉടഞ്ഞു പോകാത്ത രീതിയിൽ. അപ്പോൾ ഇതിന് ഏറ്റവും നല്ലത് ഇതേപോലെ മത്തിയാണ് കേട്ടോ. ഒരു ഇടത്തരം മത്തിയാണിത്. ഇനി നിങ്ങൾ കഷ്ണം മീൻ വെച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വാളംപുളിക്ക് പകരം കുടംപുളി ഇട്ട് വെച്ച് ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ വാളംപുളി ആകുമ്പോൾ മത്തിയാണ് ഇതിന് ഏറ്റവും ടേസ്റ്റ് വരിക. അപ്പോൾ മത്തി ഇഷ്ടമില്ലാത്തവർ വേറെ ഏത് മീനാണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. പക്ഷെ മത്തി കൊണ്ട് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്, ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതേപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ മസാല ഒക്കെ ചേർത്ത മീൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലോണം വറ്റിച്ചെടുക്കണം. ഇപ്പോൾ സ്റ്റവ് കത്തിച്ചിട്ട് നമ്മൾ മീൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലവണ്ണം ഒന്ന് വറ്റിച്ചെടുക്കണം. മൂടി വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. ഒന്ന് തുറന്നു നോക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ കയ്യിലൊന്നിട്ട് ഇരിക്കുകയാണ് ഏറ്റവും നല്ലത്. ഒന്ന് ചുവറ്റി കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ മുകളിലേക്കൊക്കെ മസാല കറക്റ്റ് ആയിക്കോളും. അപ്പോൾ നന്നായിട്ടൊന്ന് ചിറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മസാല കണ്ടത് മീനിൻ്റെ മുകളിലേക്ക് കറക്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും വേറെ ചേർത്തിട്ടില്ല. പുളി വാർന്ന വെള്ളമാണ് ഇതിലുള്ളത്. പിന്നെ കുരുമുളക് അരച്ച വെള്ളം ഉണ്ടാവും. അപ്പോൾ ഇത് രണ്ടും ഉണ്ടെങ്കിൽ തന്നെ ഇതിൻ്റെ പാകത്തെ വെള്ളമായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ കണക്കിന് തന്നെ എടുക്കുകയാണെങ്കിൽ കറക്റ്റ് വറ്റിച്ചെടുക്കാനുള്ള ലെവലിൽ നമുക്ക് നമ്മുടെ മസാല റെഡിയാവും.
ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വെള്ളം ഒന്നും കൂടി ഒന്ന് വറ്റിച്ചെടുക്കാം. മൂടി വെച്ചതിന് ശേഷം ഒരു 3 മിനിറ്റ് നമുക്ക് ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇനി ഒന്ന് തുറന്ന് വെച്ചിട്ട് വെള്ളം ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറ്റിച്ചെടുക്കാം. ഒന്ന് ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് വെള്ളം ഒന്നുകൂടെ ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല വറ്റി വന്നിട്ടുണ്ട് നമ്മുടെ വെള്ളം. ഒന്ന് ചുഴറ്റിയിട്ട് ഇനി തീ ഓഫാക്കി വെക്കാം. ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വറ്റിച്ചെടുത്ത മത്തി റെഡി ആയിട്ടുണ്ട്. ഇത് വൈകുന്നേരമൊക്കെ ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം രാവിലെ അപ്പത്തിൻ്റെ കൂടെ അതേപോലെ ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, അടിപൊളി ടേസ്റ്റാവും. ഇത് ഇരിക്കും തോറും ഇത് രുചി കൂടിക്കൂടി വരും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ഉച്ചയ്ക്ക് ചോറിൻ്റെ ഒക്കെ ഒപ്പം കഴിക്കുകയാണെങ്കിൽ വേറെ ഒരു കറിയും വേണ്ട, ഇത് മാത്രം മതി. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ചൂട് ചോറെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് കറി വെച്ച് കൊടുക്കാം. മോരുകറി കേട്ടോ. മോരുകറിയും മീൻ വറ്റിച്ചതും ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഒരു കൊണ്ടാട്ടമുളക് വെച്ച് കൊടുക്കാം. ഇനി സ്പെഷ്യൽ മീൻ വറ്റിച്ചത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിന് ടേസ്റ്റ് നോക്കാം. നല്ല ചൂട് ചോറാണ്. നമ്മുടെ മീൻ എടുത്തിട്ട് ഒന്ന് ടേസ്റ്റ് നോക്കാം. എന്താ രുചി അറിയും. അപ്പോൾ മീനായിട്ട് എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ ഒരു വിഭവമാണിത്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഇത് വീണ്ടും കാണാം.